ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. കെമിസ്ട്രി ചാപ്റ്റർ 5 കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസിൽ 2022 SLC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ്സ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാലൻസ് റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്. ഇക്വിലിബ്രിയം പോയിന്റിൽ ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ്സിന് എന്ത് സംഭവിക്കും? റേറ്റ് എന്ന് പറയുന്നത് സ്പീഡാണ്. എന്ത് സംഭവിക്കുന്ന ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ഈക്വൽ അറ്റ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ടു കമ്പൗണ്ട്സ് ഫോംഡ് when ammonium chloride NH4Cl is strongly heated. NH4Cl അമോണിയം ക്ലോറൈഡ് സ്ട്രോങ്ലി ഹീറ്റ് ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം, അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, ഒന്ന് അമോണിയ ഉണ്ടാവും NH3, പിന്നെ ഉണ്ടാവുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ നിങ്ങൾ NH4Cl എന്ന കെമിക്കൽ ഫോർമുല ഓർത്തിരുന്നാൽ നമുക്ക് എന്തൊക്കെ ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്? NH3യും HCl, അമോണിയ പ്ലസ് HCl. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് NH4Cl അമോണിയം ക്ലോറൈഡ് ലീഡ്സ് ടു NH3 അമോണിയ പ്ലസ് HCl. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു നൈട്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 3 അമോണിയയിൽ 3 ഹൈഡ്രോക്ലോറിക് ആസിഡ് 1 4 ക്ലോറിൻ ഇവിടെ വരുന്നുണ്ട്. അത് ബാലൻസ്ഡ് ആണ്. ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. അപ്പോൾ അതിന് 1 മാർക്കും ഇതിന് 1 മാർക്കും, മൊത്തം 2 മാർക്കാണ് വരുന്നത്. ഓക്കെ, അടുത്തത് N2, ഇവിടെ ബ്രാക്കറ്റിലെ ഗ്യാസ് ആണ് കൊടുത്തിരിക്കുന്നത്, പ്ലസ് 3H2, ഇതും ഗേഷ്യസ് ഫോമിലാണ് കാണിക്കുന്നതാണ്. ഇത് ഫോർവേഡും ബാക്ക്വേർഡും ആണ് റിയാക്ഷൻ. ഓക്കെ, ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പൊ എന്തുണ്ടാവുന്നത്? 2NH3 അമോണിയ ഉണ്ടാകുന്നു, അത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. പിന്നെ ഹീറ്റ് ഉണ്ടാവും. ഹൗ ഡു ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻഫ്ലുവൻസ് ദ എമൗണ്ട് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പൊ താഴെയുള്ള ഈ ചേഞ്ചസ് എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചോദ്യം. ഒന്നാമത്തേത്, ടെമ്പറേച്ചർ ഡിക്രീസസ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്തുണ്ടാവും? എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്, പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടുന്നു. രണ്ടാമത്താണ് പ്രഷർ ഇൻക്രീസസ്. പ്രഷർ കൂടുമ്പോൾ എന്തുണ്ടാവാം? പ്രഷർ കൂടുന്തോറും എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. പ്രഷർ കൂടുന്തോറും പ്രൊഡക്റ്റ് കൂടുന്നു, റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നു, പ്രൊഡക്റ്റ് കൂടുന്നു. അമോണിയ പ്രൊഡ്യൂസ്ഡ് ഇസ് റിമൂവ്ഡ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സിസ്റ്റം. അപ്പൊ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയനെ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്ടാവാം? ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതോടും കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. അപ്പോൾ ഇത്രയും, ഇതിന് ഓരോന്നിനും ഓരോ മാർക്കാണ്. ഇതിന് മൊത്തം ടോട്ടൽ 3 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് 2022 SLC എക്സാമിനേഷന്. അപ്പോൾ നമുക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഡൗട്ട്സ് ഉള്ള ഭാഗങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ദിസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.